ഈ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ ഈ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ സാധിക്കാതെ പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മുടെ ഇടയിൽ. പക്ഷെ എന്നാൽ അവരുടെ ഒരു ആഗ്രഹ സബലീകരണം ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഒന്ന് വേറെ തന്നെയാണ്. ആ രീതിയിലൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വിമാനയാത്ര എന്ന സ്വപ്നം നിറവേറിയതിന്റെ സന്തോഷത്തിലാണ് വയനാട് ബത്തേരിയിലെ കുടുംബശ്രീ പ്രവർത്തകർ. കോളിയാടിയിലെ വനിതകളാണ് ആഗ്രഹ സബലീകരണത്തിന്റെ ആനന്ദത്തിലുള്ളത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഇരയും ടൂറിസം ഗൈഡുമായ രമേശ് ചൂരൽമലയാണ് യാത്ര സംഘടിപ്പിച്ചത്. ബത്തേരി കോളിയാടിയിലെ 2 കുടുംബശ്രീകൾ, ജൈത്ര, നന്ദനം. 75 വയസ്സ് പ്രായമായ മേരിക്കും കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ സുജാതയ്ക്കും ആഗ്രഹമൊന്നു മാത്രം: ഒരിക്കലെങ്കിലും വിമാനത്തിൽ കയറണം. ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ തോട്ടം തൊഴിലാളികളായ സ്ത്രീകളുമായി വിമാനയാത്ര നടത്തിയ അനുഭവമുള്ള രമേശിനെ ഇവർ സമീപിച്ചു. ഇതിന് കാരണമായത് അന്ന് 24 നൽകിയ വാർത്ത. അന്നത്തെ തോട്ടം തൊഴിലാളികളിൽ പലരെയും ഉരുൾപൊട്ടൽ കവർന്നു എന്നതിന്റെ നോവിനിടയിലും രമേശ് ഈ സംഘവുമായി യാത്ര തീരുമാനിച്ചു. അങ്ങനെ കോഴിക്കോട്ട് നിന്ന് വിമാനമാർഗം ബംഗളൂരുവിലേക്ക്, അവിടെ നിന്ന് ട്രെയിനിൽ മൈസൂരുവിലേക്ക്, പിന്നീട് ബസ്സിൽ ബത്തേരിയിലേക്ക്. സൂപ്പറായിരുന്നു, നല്ല കാരണം. ഞാൻ കുറേ നാൾ മുമ്പ് ആഗ്രഹിച്ചതാണ് പ്ലെയിനിൽ കയറണമെന്ന്. എന്നെ സാധിച്ചു. കുറേ നാളുണ്ട് ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഒരു അഭിലാഷം, ആഗ്രഹം അത് സാധിച്ചു. ചാനലിൽ കണ്ടായിരുന്നു, 24 ചാനലിൽ. അന്ന് മുതൽ ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു ഫോൺ ഫ്ലൈറ്റ് കയറണം എന്ന്. വിമാനം കയറാത്തവർ വിമാനം കയറി എന്നുള്ളതും ട്രെയിൻ കയറാത്തവർ ട്രെയിൻ കയറി എന്നുള്ളതുമാണ് ഈ ഒരു ടൂറിൻ്റെ പ്രത്യേകത. നല്ല സന്തോഷകരമായ യാത്രയായിരുന്നു. ഇതുവരെ വിമാനത്തിൽ കയറണം എന്നൊരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. 30 വർഷം മുന്നേ തന്നെ കോഴിക്കോട് നിന്ന് എയർപോർട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഇന്ന് സാധിച്ചു തന്ന രമേശിന് ഏറ്റവും ഭയങ്കര നന്ദി പറയുന്നു. യാത്ര ഗംഭീരമായതിന്റെ ആഹ്ലാദം രമേശ് ചൂരൽമലയ്ക്കും. ഫ്ലൈറ്റിലൊക്കെ കയറണം, ട്രെയിൻ വഴി കാലിക്കറ്റിലേക്ക് തിരിച്ചു വരണം എന്നൊരു ആഗ്രഹം എന്നോട് അറിയിച്ചിരുന്നു. ഇനിവേ ഒരു 6 മാസം മുമ്പ് എന്നോട് പറഞ്ഞാണെങ്കിലും ഇപ്പോഴാണ് അതിന് അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയത്. വളരെ സന്തോഷമാണ് അവരുടെ മുഖത്തൊക്കെ. കാരണം ഫ്ലൈറ്റിൽ കയറുമ്പോൾ അവരെ കണ്ണിൽ കാണുന്ന സന്തോഷം അത് എന്നെ തന്നെ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. സോ വെരി ഹാപ്പി. ദുരന്തത്തിനിപ്പുറം വയനാട്ടിലെ ടൂറിസം മേഖല ഉണരുകയാണ്. അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരുടെ പ്രതിനിധികളിൽ ഒരാളാണ് ഉരുൾപൊട്ടൽ 24-ലൂടെ പുറം ലോകത്തെ അറിയിച്ച രമേശ്. ഇത്തരം യാത്രകളും അതിജീവന വഴിയാവുകയാണ്. 24 വയനാട്. രമേശ് ചേട്ടൻ അടിപൊളിയാണല്ലേ. രമേശ് മറ്റുള്ളവരുടെ സന്തോഷത്തിന് നമ്മളൊരു പാത്രമാകുക, അതിനുവേണ്ടി നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാര്യമാണ്. ആ സ്ത്രീകളും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഇത്തരത്തിൽ കൂട്ടായ്മകൾ, എവിടെയൊക്കെയോ ചെറിയ ചെറിയ ട്രിപ്പിനൊക്കെ പോയി അങ്ങനെ ഓർമ്മ വരുന്നത് അല്ലേ. മാത്രമല്ല ഒരു ദുരന്തം മുന്നിൽ കണ്ടവർ കൂടിയാണ്. അതിന്റെ അതിജീവന കാഴ്ച കൂടിയാണ് അല്ലേ. എന്തായാലും നല്ലൊരു സ്റ്റോറി അല്ലേ.